പ്രിയ കുഞ്ഞുങ്ങളെ, ഞാനിന്ന് നിങ്ങളോട് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ നേർരേഖകൾ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ കഥയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വാമി വിവേകാനന്ദന് അച്ഛനും അമ്മയും ഇട്ട പേര് നരേന്ദ്രനാഥ് എന്നായിരുന്നു. നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നരേന്ദ്രനാഥിന്റെ ഉറ്റ സുഹൃത്തും ശിഷ്യനുമായിരുന്ന മഹാരാജ് അജിത് സിംഗ് ബഹദൂർ ആണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്ന പേര് നൽകിയത്. കുട്ടിക്കാലത്തെ നരേൻ വളരെ കുസൃതിയായിരുന്നു. നരേന് ചെമ്പകപ്പൂക്കൾ വളരെ ഇഷ്ടമായിരുന്നു. നരേന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വലിയ ഒരു ചെമ്പകമരമുണ്ടായിരുന്നു. ചെമ്പകമരത്തിൽ കയറാൻ കുഞ്ഞു നരയൻ ആ വീട്ടിൽ പോകാറ് പതിവായിരുന്നു. അന്ന് 8 വയസ്സായിരുന്നു കുഞ്ഞു നരേന്റെ പ്രായം. മരത്തിൽ കയറി അതിന്റെ ശിഖരത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കുഞ്ഞു നരയന്. അങ്ങനെയിരിക്കെ ഈ കുസൃതി നരയന്റെ കൂട്ടുകാരന്റെ മുത്തശ്ശൻ കണ്ടു. അദ്ദേഹം ഭയന്നു. ഈ കുട്ടി മരത്തിൽ നിന്ന് വീണാലോ, അവന് പരിക്കേറ്റാലോ? അതുകൊണ്ട് നരയനെ മരത്തിൽ കയറുന്നത് വിലക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം മരച്ചുവെട്ടിലേക്ക് ചെന്നു. മുത്തശ്ശനെ കണ്ട് നരയൻ താഴേക്ക് ഇറങ്ങി വന്നു. മുത്തശ്ശൻ പറഞ്ഞു, "നീ ഇനി ഈ മരത്തിൽ കയറാൻ പാടില്ല കേട്ടോ." "അതെന്താ?" നരയൻ ചോദിച്ചു. "ഈ മരത്തിൽ ഭീകരനായ ഒരു പിശാച് താമസിക്കുന്നുണ്ട്. ബ്രഹ്മാദിത്യൻ എന്നാണ് അതിന്റെ പേര്. ആരും ഈ മരത്തിൽ കയറുന്നത് അതിന് ഇഷ്ടമല്ല. ആരെങ്കിലും മരത്തിൽ കയറുന്നത് കണ്ടാൽ അത് അയാളുടെ കഴുത്ത് പിടിച്ച് ഒടിക്കും." "ഓ, അത് ശരി" എന്ന മട്ടിൽ നരയൻ തലയാട്ടി. തന്റെ തന്ത്രം വിജയിച്ചു എന്ന് വിചാരിച്ച് മുത്തശ്ശൻ തിരിച്ച് വീടിനകത്തേക്ക് പോയി. പക്ഷെ മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോൾ നരയൻ വീണ്ടും മരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടന്നു. നരയന്റെ കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞു, "നരയൻ, നീ താഴേക്ക് വാ. ആ പിശാച് ഇന്ന് നിന്റെ കഴുത്ത് പിടിച്ച് ഒടിക്കും." അപ്പോൾ നരയൻ പറഞ്ഞു, "നീ ഇങ്ങനെ പേടിക്കാതെ. ആ പിശാച് മരത്തിൽ കയറുന്നവരെ ഉപദ്രവിക്കുമായിരുന്നെങ്കിൽ എത്രയോ മുന്നേ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ ഇതിനു മുന്നേ തന്നെ എത്രയോ തവണ ഈ മരത്തിൽ കയറിയിരിക്കുന്നു. ഇതുവരെ എന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ." മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. മുതിർന്നവരോട് നരയന് എന്നും എപ്പോഴും വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് ബോധ്യം വരാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കുട്ടിക്കാലം മുതൽക്കേ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞു നരയനെ പോലെ സത്യം എന്താണെന്ന് മാത്രം മനസ്സിലാക്കി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വിശ്വസിക്കുവാൻ ശ്രമിക്കുക.